രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് പറയപ്പെടുന്നിടത്ത് വെച്ച് തന്നെ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ഇറാനിലെ സവിശേഷ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിലെ മൊസാദ് ഏജന്റുമാരാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇറാൻ സൈന്യത്തിലെ മൊസാദ് ഏജന്റുമാരെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ താമസിക്കുന്ന ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള പ്രസിഡന്റിന്റെ ഓഫീസ് ഉപയോഗിക്കുന്ന സഅദാബാദ് പാലസിലുള്ള കെട്ടിടത്തിൽ ഉറങ്ങുന്നതിനിടെയാണ് ഹനിയ കൊല്ലപ്പെട്ടത്. രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥിയായി എത്തിയതിനാലാണ് ഹനിയ ഇവിടെ കഴിഞ്ഞത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് കീഴിലുള്ള അൻസാർ അൽ മഹ്ദി എന്ന സൈനിക വിഭാഗത്തിനാണ് ഔദ്യോഗിക അതിഥികളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷാ ചുമതലയുള്ളത്. അൻസാർ അൽ മഹ്ദി യൂണിറ്റിലെ 2 പേരാണ് ഹനിയ കിടന്ന മുറിയിലെ ബെഡിന് താഴെ സ്ഫോടക വസ്തു വെച്ചതെന്നാണ് റിപ്പോർട്ട്. ഈ 2 ഉദ്യോഗസ്ഥരും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാരാണെന്നും തുർക്കിയിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. കൊലപാതകം നടന്ന ദിവസം 2 ഗാർഡുകൾ ഹനിയ താമസിച്ച മുറിയിലേക്കുള്ള ഇടനാഴിയിൽ സൂക്ഷ്മതയോടെ സാവകാശം നടന്നു നീങ്ങുന്നതും താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് മുറിയിലേക്ക് പ്രവേശിക്കുന്നതും സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം ഈ 2 ഗാർഡുകളും മുറിയിൽ നിന്ന് ശാന്തമായി പുറത്തിറങ്ങുന്നതും കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് പടികൾ ഇറങ്ങി പുറത്തിറങ്ങി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത കാറിൽ കയറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പാർക്കിങ്ങിലെയും ഗേറ്റിലെയും സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നവർ കൂടുതൽ ചോദ്യങ്ങളോ അന്വേഷണമോ ഇല്ലാതെ ഗേറ്റ് തുറക്കുകയും ഇവരെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരെയും മൊസാദ് വടക്കൻ യൂറോപ്യൻ രാജ്യത്തേക്ക് ഉടനടി കൊണ്ടുപോകുകയുമായിരുന്നു. ബോംബ് സ്ഥാപിച്ച ശേഷം പുറത്തുനിന്ന് റിമോട്ട് ഉപയോഗിച്ചാണ് അത് പൊട്ടിച്ചത്. ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനെത്തിയപ്പോഴാണ് ഹനിയ കൊല്ലപ്പെട്ടത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണം കിട്ടിയ 100-ലധികം രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളിൽ ഹനിയയുമുണ്ടെന്ന് സംഘാടകരുടെ ഫോൺ ചോർത്തിയപ്പോഴാണ് മൊസാദിന് വിവരം ലഭിച്ചത്. ഹനിയ ക്ഷണം സ്വീകരിച്ചെന്ന് അറിഞ്ഞതോടെ ഉടൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കി. ഇതിനായി ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ തങ്ങളുടെ ഏജന്റുമാരെ മൊസാദ് സമീപിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഹനിയയെ വകവരുത്താൻ ഇൻസൈഡർ സഹായം ലഭിച്ചെന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. കൊലപാതകത്തിൽ ഇൻസൈഡർ സഹായമുണ്ടെന്ന് ഇറാൻ പാർലമെന്റ് അംഗം അലി ഹാജി ദലിഗാനി സംഭവ ദിവസം തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.